ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കറി കോർണർ. ഇന്നൊരു അടിപൊളിയായിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത്. ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തന്തൂരി ചിക്കനാണ്. ഇതുണ്ടാക്കാൻ ഓവനോ തന്തൂരോ ഇതൊന്നും വേണ്ട. സാധാരണ നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന ഒരു പാൻ മതി. അടിപൊളിയായിട്ട് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ അതേ ടേസ്റ്റിൽ തന്നെ നമ്മൾ വീട്ടിലുണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കാൻ മാത്രമല്ല, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഈ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ ലെഗ് പീസാണ് എടുത്തിട്ടുള്ളത്. ഇത് തുട മുതൽ കാൽ വരെയുള്ള പോർഷനാണ്. ഇത് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റും ഉപയോഗിക്കാം. ചിക്കൻ ബ്രസ്റ്റിനേക്കാളും ഇതുപോലത്തെ ലെഗ് പീസിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റിൽ ജ്യൂസി ആയിട്ടുള്ള ചിക്കൻ കിട്ടും. നല്ല കഴുകി വൃത്തിയാക്കി ഡ്രൈ ആക്കിയ ചിക്കനാണിത്. ഇതിലേക്ക് ഒരു കത്തി കൊണ്ട് ഇങ്ങനെ വരച്ചു കൊടുക്കാം. ചിക്കൻ്റെ രണ്ട് ഭാഗത്തും ഇതുപോലെ സാധാരണ ചിക്കന് വരയിട്ട് കൊടുക്കുന്ന പോലെ വരയിട്ടാൽ മതി. ഇനി നമ്മൾക്ക് ഇതിലേക്കുള്ള മസാല റെഡിയാക്കാം. ആദ്യം ഒരു ബൗളിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ചുവന്ന മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഇതൊക്കെ ചേർത്ത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ തന്തൂരി ചിക്കൻ ഉണ്ടാക്കാൻ 2 തരം മാരിനേഷനാണ്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ആദ്യത്തെ മാരിനേഷനാണ്. ഈ മസാല കൂട്ട് നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇങ്ങനെ തേച്ച് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഇങ്ങനെ തേച്ച് കൊടുക്കണം. ഈ ചിക്കൻ്റെ മേലിൽ വെള്ളമൊന്നുമില്ല, കാരണം ഞാൻ ഓൾറെഡി കഴുകി വൃത്തിയാക്കി പിന്നെ ഡ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കനാണത്. ഇതിങ്ങനെ തന്നെ ഡ്രൈ ആയിട്ട് ഉണ്ടാവാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ചിക്കൻ്റെ പീസസ് മസാലയൊക്കെ തേച്ച് നല്ലോണം റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ 15 മുതൽ 20 മിനിറ്റ് വരെ ഇങ്ങനെ മാരിനേറ്റ് ചെയ്ത് വെക്കണം. ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴേക്കും നമ്മൾ സെക്കൻഡ് മാരിനേഷൻ റെഡിയാക്കാം. ഒട്ടും വെള്ളമില്ലാത്ത 1/2 കപ്പ് തിക്ക് തൈര്, 2 ടേബിൾ സ്പൂൺ കശ്മീരി ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ ധനിയ, 1 ടീസ്പൂൺ ചാട്ട് മസാല പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡർ, പിന്നെ 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഒരു പകുതി ലെമണിൻ്റെ ജ്യൂസ്. ഇതിൽ വെള്ളം ചേർത്ത് കൊടുക്കണ്ട, ഇതിങ്ങനെ തന്നെ ഉണ്ടാവണം. ഇനി ഇത് നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഞാൻ ഈ തന്തൂരി ചിക്കനിലേക്ക് കളർ കിട്ടാൻ കശ്മീരി ചില്ലി പൗഡർ മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ കടകളിൽ കിട്ടുന്ന പോലെ നല്ല ചുവന്ന റെഡ് കളർ വേണമെന്നുണ്ടെങ്കിൽ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഈ മസാല കൂട്ട് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഓൾറെഡി മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. ഈ ചിക്കൻ ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ രണ്ടാമത്തെ മാരിനേഷൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിങ്ങനെ നല്ലോണം ചിക്കൻ പീസസിലേക്ക് തേച്ച് കൊടുക്കണം. മസാല തേച്ച് കൊടുക്കുന്ന സമയത്ത് ചിക്കനിലിട്ടിട്ടുള്ള വരയൊക്കെ ഇല്ലേ, അതിനുള്ളിലൊക്കെ മസാല നല്ലോണം പിടിപ്പിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ 2 തവണയായിട്ട് മസാല ഇടുമ്പോൾ ചിക്കൻ നല്ല ഫ്ലേവർഫുള്ളായിട്ടുണ്ടാവും. പിന്നെ ഉപ്പും എരിവും ഒക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. ഈ ഒരു മസാല തേച്ച ചിക്കൻ 4-5 മണിക്കൂറാണെങ്കിലും ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം. ഏറ്റവും നല്ലത് ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. ഈ ഒരു പ്രോസസ്സ് ചെയ്യുന്നത് ചിക്കൻ നല്ല ഫ്ലേവർഫുള്ളായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി നിങ്ങളിത് അടച്ച് ഫ്രിഡ്ജിലേക്ക് വെച്ചാൽ മതി. ഇനി ഇതുണ്ടാക്കാനായി നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈയിങ് പാനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കാം. ഇതിന് പകരം മുഴുവൻ സൺഫ്ലവർ ഓയിലും ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നല്ലോണം ഒന്ന് ചൂടാക്കുക. ഇത് ചൂടായതിന് ശേഷം ഫ്ലെയിം ലോ ആക്കി വയ്ക്കാം. എന്നിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ പീസസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരു രാത്രി മുഴുവൻ മാരിനേറ്റ് ആയ ചിക്കനാണത്. മസാലയൊക്കെ നല്ലോണം പിടിച്ച് വന്നിട്ടുണ്ട്. ചിക്കൻ്റെ വേവും പെട്ടെന്ന് തന്നെ ആയിക്കോളും. ഇത് അടച്ച് വെച്ചിട്ട് വേണം വേവിക്കാനായിട്ട്. ഇതിങ്ങനെ അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് ഒരു ഭാഗം കുക്ക് ചെയ്യണം. എന്നിട്ട് ലിഡ് ഓപ്പൺ ചെയ്തതിന് ശേഷം പതുക്കെ അടുത്ത ഭാഗത്ത് തിരിച്ചിട്ട് കൊടുക്കണം. ഈ ചിക്കൻ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് നോൺ സ്റ്റിക്കിലാവുമ്പോൾ നമുക്ക് അടിപ്പിടിക്കാതെയും കരിഞ്ഞു പോകാണ്ടും കിട്ടും. പുറം ഭാഗം ഇങ്ങനെ ഏകദേശം മുരിഞ്ഞ് തുടങ്ങിക്കഴിഞ്ഞാൽ അടച്ച് വെക്കേണ്ട ആവശ്യമില്ല. ഇങ്ങനെ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് ഈവനായിട്ട് കുക്ക് ചെയ്തെടുക്കണം. ഈ ഒരു സമയത്ത് ഞാൻ വേറൊരു ബേണറിൽ ഒരു പീസ് കരി ഇങ്ങനെ കത്തിക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിൽ കരി ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു പീസ് ചിരട്ടയുടെ കഷ്ണം കത്തിച്ചാലും മതി. ഇതിപ്പോൾ ഏകദേശം 20 മിനിറ്റ് ആയിക്കഴിഞ്ഞു. ചിക്കൻ നല്ലതുപോലെ സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കട്ടിയുള്ള ഒരു ബൗൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ കത്തിച്ച് വെച്ചിട്ടുള്ള കോളിൻ്റെ പീസ് ഇതിലിട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് പെട്ടെന്ന് തന്നെ ഒരു 1/2 ടീസ്പൂൺ നെയ്യോ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലോ ഇതിൽ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് പെട്ടെന്ന് അപ്പം തന്നെ ഒരു അടപ്പിട്ട് ഇങ്ങനെ അടച്ചു കൊടുക്കണം. ഇത് നമ്മുടെ ചിക്കന് നല്ലൊരു സ്മോക്കി ഫ്ലേവർ കൊടുക്കും. ആ തന്തൂരിയുടെ മണവും
സ്മോക്കിൻ്റെ ഫ്ലേവറും ചിക്കനിൽ നല്ലോണം ഇൻഫ്യൂസ് ആയി കിട്ടും. ഒരു 2 മിനിറ്റ് ഇതുപോലെ കവർ ചെയ്ത് വെച്ചതിന് ശേഷം ലിഡ് ഓപ്പൺ ചെയ്ത് ബൗൾ മാറ്റി കളയാം. ചിക്കൻ 2 ഭാഗവും നല്ലോണം മൊരിഞ്ഞ് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിപ്പോൾ സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റുള്ള തന്തൂരി ചിക്കനാണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കനും കൂടി പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോഴാണ് ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ പുതിയ അപ്ഡേറ്റ്സൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. അടുത്ത ഒരു പുതിയ വീഡിയോയിൽ പുതിയ റെസിപ്പിയുമായി നിങ്ങളെ കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.